നമസ്കാരം. ശക്തമായ വിവാഹബന്ധങ്ങളെ സൂചിപ്പിക്കുന്ന ടാരോ കാർഡുകൾ ഏതാണ് എന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഞാൻ ഒരു റീഡിംഗ് അനുഭവം പങ്കുവച്ചുകൊണ്ട് തുടങ്ങാം. കുറച്ച് നാൾക്ക് മുമ്പ് ഒരു കുട്ടി എന്നെ ടാരോ റീഡിങ്ങിനായിട്ട് കോൺടാക്റ്റ് ചെയ്തു. ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആയിരുന്നു. അവർക്ക് ഞാൻ ആശ എന്ന് പേരിടുന്നു. അത് ശരിക്കുള്ള പേരല്ല. അവർ ഒരു മെട്രോ സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. സിറ്റിയുടെ പേര് വന്നു, ഞാൻ പറയുന്നില്ല. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഇതാണ്: കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ആൺകുട്ടിയുമായി നല്ല സ്നേഹബന്ധത്തിലുണ്ടായിരുന്നു. ഇപ്പോഴും ആളുമായിട്ട് നല്ല സ്നേഹബന്ധത്തിലാണ്. പക്ഷേ കുഴപ്പമെന്തെന്നാൽ പുള്ളിക്കാരൻ അച്ഛൻ്റെ ഒരു ബിസിനസ്സുമായി നാട്ടിലാണുള്ളത്. പുള്ളിക്കാരി ഹയർ സ്റ്റഡീസ് കഴിഞ്ഞ് ഈ മെട്രോയിൽ ഒരു IT കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ആൾക്ക് 27 വയസ്സായി, പുള്ളിക്കാരന് 27 വയസ്സായി. ഇവർക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നല്ല സ്ട്രോങ് ബന്ധമാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവർക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലമോ, അതായത് ഒരു അനിശ്ചിതത്വമോ എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എവിടേക്കാണ് ഞങ്ങളുടെ ബന്ധം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നറിയാനാണ് പുള്ളിക്കാരി വിളിച്ചത്. എന്നോട് ആദ്യം വിവാഹം നോക്കണമെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. ആ ഒരു ഇതിലാണ് ഞാൻ ചെയ്യാമെന്ന് ഏറ്റത്. അങ്ങനെ ഞാനത് എടുത്ത്, നമ്മൾ സാധാരണ ഒരു റിലേഷൻഷിപ്പ് വരുമ്പോൾ നമ്മളൊരു 3 കാർഡ് സ്പ്രെഡ് എടുത്തിട്ടാണ് നമ്മൾ അത് നോക്കാറുള്ളത്. അപ്പോൾ ആദ്യത്തെ കാർഡ് ഞാൻ എടുത്തു, നമ്മളിങ്ങനെ എടുത്തു വെച്ചു. രണ്ടാമത്തെ കാർഡ് എടുത്തു വെച്ചു. മൂന്നാമത്തെ കാർഡ് എടുത്തു വെച്ചു. ഇതിങ്ങനെ ഓർഡറിൽ നമ്മൾ എടുത്തു വെച്ചു. അപ്പോൾ ആദ്യത്തെ കാർഡ് ഞാൻ എടുത്തപ്പോൾ അത് വന്നത് ലവേഴ്സ് എന്ന് പറയുന്ന കാർഡായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളിക്കാരിയുടെ സ്നേഹം ആത്മാർത്ഥമാണ്, നല്ല രീതിയിലാണെന്ന്. ഇനി പുള്ളിക്കാരന് വേണ്ടി ഞാൻ കാർഡ് എടുത്തപ്പോൾ ആ കാർഡ് 2 ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ് വന്നത്. ഈ കാർഡും സത്യം പറഞ്ഞാൽ വളരെ നല്ലൊരു കാർഡാണ്. അപ്പോൾ എസ്പെഷ്യലി രണ്ടുപേർക്കും, ലവേഴ്സും 2 ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഐഡിയൽ ആയിട്ടുള്ള കാർഡാണ്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹമുണ്ടെന്നുള്ളതാണ്. എവിടേക്കാണ് അവരുടെ ബന്ധം പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന കാർഡാണ് വന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ അവർ രണ്ടുപേരും വളരെ മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടത്തിലാണെന്നും, അതായത് ഈ വ്യക്തിക്ക്, ആശ എന്ന് പറഞ്ഞ വ്യക്തിക്ക് രവി എന്ന് പറയുന്ന ആൺകുട്ടിയോട് നല്ല സ്നേഹത്തിലുണ്ടെന്നും, രവിക്ക് സത്യം പറഞ്ഞാൽ തുല്യത വേണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം പുള്ളിക്കാരൻ നാട്ടിലായതുകൊണ്ട്. മാത്രമല്ല ഈ പുള്ളിക്കാരി ജോലിയിലായതുകൊണ്ട് പുള്ളിക്കാരൻ വിളിക്കുമ്പോൾ പുള്ളിക്കാരി ബിസി ആയിരിക്കും, തിരിച്ചു വിളിക്കുമ്പോൾ ആൾ ബിസി ആയിരിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സമയത്തിൻ്റെ നടക്കുന്നില്ല. അതായിരുന്നു പ്രശ്നം വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഭയങ്കര ഐഡിയൽ ആയിട്ടുള്ളതാണ് കേട്ടോ, ഇത് വളരെ യാദൃശ്ചികമായിട്ട് ഇങ്ങനെ വരുള്ളൂ. പക്ഷെ എന്തായാലും ഇനി നിങ്ങളുടെ കയ്യിലൊരു ടാരോ കാർഡ് ഉണ്ട്, നിങ്ങളൊരു റിലേഷൻഷിപ്പ് സ്പ്രെഡ് എടുക്കുകയാണെങ്കിൽ ഇതേപോലെ 3 കാർഡ് എടുത്ത് നോക്കുക. ആദ്യം നിങ്ങളെന്താണ്, രണ്ടാമത് ദി അതർ പേഴ്സൺ, മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തതിൽ 8 കാർഡുകൾ വരുന്നതാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള വിവാഹബന്ധത്തെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എന്നെ കാണുന്നതെങ്കിൽ, എൻ്റെ പേര് പ്രദീപ്. ഞാൻ ടാരോ അബണ്ടൻസ് കോച്ചാണ്. നിങ്ങൾക്ക് ടാരോ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ടാരോ പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ കോഴ്സിൽ ചേർന്ന് ടാരോ പഠിക്കാവുന്നതാണ്. ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വരുന്നതെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. ഗ്രേറ്റ്. അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും കാർഡിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്ന കാർഡാണ് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നത്. അതിൽ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് ദ സൺ എന്ന് പറയുന്ന ഈ മനോഹരമായിട്ടുള്ള കാർഡാണ്. ഈ കാർഡിൻ്റെ അർത്ഥം സക്സസ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെങ്കിലും അത് ഒരു വിജയത്തിലേക്കും സക്സസ്സിലേക്കുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് സന്തോഷിക്കാം. ഇനി അടുത്ത കാർഡ് എന്ന് പറയുന്നത് എംപ്രസ് എന്ന് പറയുന്ന കാർഡാണ്. ഈ കാർഡിൻ്റെ അർത്ഥം സമൃദ്ധി എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ മൂന്നാമത്തെ കാർഡ്, നിങ്ങളുടെ തമ്മിലുള്ള ബന്ധം എംപ്രസ് എന്ന് പറഞ്ഞ കാർഡിലാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ബാക്കിയുള്ള 2 കാർഡുകളെ കുറിച്ചല്ല പറയുന്നത്, നല്ലൊരു ഒരു സമൃദ്ധമായിട്ടൊരു ജീവിതം നിങ്ങളുടെ മുന്നിലുണ്ട് എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടൊരു കാർഡാണ്. അത് 10 ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ്. കൃത്യമായിട്ട് കാർഡിൽ തന്നെ അർത്ഥം മനസ്സിലാക്കാം. ഒരു ഭാര്യയും ഭർത്താവും 2 കുട്ടികളും ബാക്കിൽ ഒരു വീടും, അതായത് ഡൊമസ്റ്റിക് ലൈഫ്. ഏറ്റവും നല്ല റിലേഷൻഷിപ്പ് കാർഡുകളിൽ ഒന്നാണ് 10 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന മനസ്സമാധാനത്തോടു കൂടിയുള്ള, ഐക്യത്തോടു കൂടിയുള്ള, സ്നേഹത്തോടു കൂടിയിട്ടുള്ള ഒരു കുടുംബജീവിതം എന്ന് പറയുന്നതാണ്. ഇനി ഈസ് ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ് വരുന്നതെങ്കിലും നിങ്ങളുടെ ഇടയിൽ ആ ഒരു പഴയ സ്നേഹം വന്നുകൊണ്ടിരിക്കുന്നു. ഒരു പക്ഷേ ചില ബന്ധങ്ങളൊക്കെ കുറച്ച് കാലം കഴിയുമ്പോൾ ആ ഒരു ഊഷ്മളതയൊക്കെ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സമയം കഴിഞ്ഞ് ഒരു പഴയ ഇത് വരുന്നു എന്നർത്ഥം വരുന്നുണ്ട്. ഇനി അടുത്ത കാർഡെന്ന് പറയുന്നത് 4 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്ന കാർഡാണ്.
നോർമലി ഈ കാർഡിന് വേറൊരു അർത്ഥം ഉണ്ടെങ്കിലും റിലേഷൻഷിപ്പ് സ്പ്രെഡിൽ ഈ കാർഡിൻ്റെ അർത്ഥം വിവാഹം എന്നുള്ളതാണ്. അത് കൃത്യം നിങ്ങൾക്ക് കാർഡിൽ കണ്ടാൽ തന്നെ അറിയാം. ഒരു വധുവും വരനും കയ്യിൽ ഒരു ബൂക്കയും പിടിച്ച് ഒരു മണ്ഡപത്തിലേക്ക് നടന്നെടുക്കുന്ന വളരെ എന്താ പറയുക അതിലുള്ള ഒരു രസകരമായിട്ടുള്ള കാർഡാണ്. ഇനി അടുത്ത കാർഡ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ കാർഡ് തന്നെയാണ്, 10 ഓഫ് പെൻറ്റക്കിൾസ്. സമൃദ്ധി നിങ്ങൾക്കറിയാം, 3 ജനറേഷൻ ഓഫ് ആളുകൾ അതിൽ കാണാൻ പറ്റും. ഒരു ഭാര്യയും ഭർത്താവും, താഴെ ഒരു കുട്ടി ഈ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ആനിമൽസ്, ഇവിടെ ഒരു എന്താ പറയുക ഒരു ഗ്രാൻഡ് ഫാദർ. അതായത് എല്ലാ ജനറേഷനുമുള്ള വളരെ മനോഹരമായിട്ടുള്ള ബന്ധമാണ്. പിന്നെ ഒബ്വിയസ്ലി ലവേഴ്സ് എന്ന് പറയുന്ന കാർഡ്, ഇത് നല്ല സ്ട്രോങ് ബോണ്ട് അവരുടെ ഇടയിലുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ 2 ഓഫ് കപ്സ്, ഈ കാർഡും മൂന്നാമത് വരികയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ നല്ലൊരു സ്നേഹബന്ധം നിലനിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 ടിപ്പ് നമ്മൾ സാധാരണ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിൽ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പൊതുവേ നമ്മളൊരു റിലേഷൻഷിപ്പിൽ സ്ട്രെയിൻ വരുമ്പോൾ ഞാൻ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാർട്ട്ണറുടെ ഫോണും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്യും. അതായത് ഒരു വിധത്തിലും നമുക്ക് വിളിച്ചാൽ കിട്ടാത്ത പോലെ. അത് വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അങ്ങനെ എന്താ പറയുക ബ്ലോക്ക് ചെയ്യുന്നത് നമ്മുടെ ഒരു ചൈൽഡിഷ്നെസ്സിനെയാണ് കാണിക്കുന്നത്. പകരം കമ്മ്യൂണിക്കേഷൻ ഓപ്പൺ ആയിട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് വികാരമാണെങ്കിൽ ആ വികാരം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതോടുകൂടി പോകും. ഒരിക്കലും എന്താ പറയുക വികാരങ്ങൾ ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കരുത്. കാരണം നമ്മൾ ചെയ്യുന്ന എല്ലാത്തിലും അത് ബാധിക്കും. അപ്പോൾ നമ്മൾ പൊതുവേ പറയുന്നതാണ് അങ്ങനെ ഉണ്ടെങ്കിൽ സംസാരിക്കുക എന്നുള്ളത്. പിന്നെ ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക എന്നുള്ളതാണ് അടുത്ത് പറയാനുള്ളത്. അതായത് നിങ്ങൾക്കറിയാമല്ലോ, ഓരോ ചെറിയ വിജയങ്ങളും നമ്മൾ ആഘോഷിക്കേണ്ടതാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഒരു മക്കളുണ്ടെങ്കിൽ മകൻ്റെ ഒരു ഇത് കിട്ടി അല്ലെങ്കിൽ ഇത് കിട്ടിയെങ്കിൽ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിൽ സ്ട്രെയിൻ ഉണ്ടെങ്കിലും അത് ഒന്ന് ഷെയർ ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊരു സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഷെയർഡ് ട്രഡീഷൻസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ചില കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനും എൻ്റെ വൈഫും രാത്രി ഞങ്ങളൊരു ഭക്ഷണം കഴിഞ്ഞാൽ ടെറസിൻ്റെ മുകളിൽ ഒരു 20 മിനിറ്റ് നടക്കും. അത് ഞങ്ങൾ ഒരു കാലങ്ങളായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ആ സമയത്താണ് ഞങ്ങൾ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, വർത്തമാനം പറയുക. അത് എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷേ എന്തെങ്കിലും ഒരു ഷെയർഡ് ട്രഡീഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താ പറയുക മാസത്തിൽ ഒരിക്കൽ നിങ്ങൾ ഒരുമിച്ച് അമ്പലത്തിൽ പോകാമെന്നോ അല്ലെങ്കിൽ പള്ളിയിൽ പോകാമെന്നോ, അതായത് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ രണ്ടുപേരും മാത്രം ഒരുമിച്ച് പുറത്തുപോയി ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞ് എപ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കാര്യങ്ങളാണെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ എന്താ പറയുക ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ഒരു ഹെയർ കട്ട് വന്നു, നല്ല രസമുണ്ടെങ്കിൽ മുടി വെട്ടിയത് നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് സ്മാർട്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അതേപോലെ ഭാര്യയെ നമുക്ക് എന്താ പറയുക ഒന്ന് സപ്പോർട്ട് ചെയ്ത് പറയാം, യു ലുക്ക് ബ്യൂട്ടിഫുൾ ടുഡേ, ഇന്ന് നല്ല സ്മാർട്ടായിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് അപ്പോഴാണ് ആ ബന്ധങ്ങളിൽ നമുക്ക് വളർച്ച വരുന്നത്. ഏറ്റവും ഓർക്കേണ്ട കാര്യം നമുക്കെല്ലാം ഒരാൾ നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്നത് കേൾക്കാൻ ഇഷ്ടമാണ്. അത് മനുഷ്യൻ്റെ നേച്ചറാണ്, യാതൊരു തെറ്റുമില്ല. അപ്പോൾ നമ്മൾ എന്താ പറയുക പലപ്പോഴും നമ്മുടെ ഈ ഒരു ചെറിയ ജീവിതത്തിൽ ചെറിയ എന്താ പറയുക കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെറിയൊരു ഡിസ്റ്റർബൻസ് വന്നു. നമ്മളിങ്ങനെ ചെറിയ വഴക്കുകളടിച്ച് ജീവിതം ഇതാക്കി കളയാനുള്ളതല്ല. അപ്പോൾ റിലേഷൻഷിപ്പ് സ്ട്രെയിൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സ്പ്രെഡ് എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത് സ്ട്രോങ് റിലേഷൻഷിപ്പിൻ്റെ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരുന്നവരെ ദിസ് ഈസ് യുവർ ട്രെയിനർ പ്രദീപ് സൈനിങ് ഓഫ്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. നിങ്ങളുടെ ചിന്തകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഷെയർ ചെയ്യണം. ഐ വുഡ് ലവ് ടു റീഡ് ഇറ്റ്. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ ടേക്ക് കെയർ, ബൈ.